വിവിധ രോഗങ്ങളാൽ മരിക്കുന്ന ആളുകളുടെ എണ്ണത്തിലുണ്ടാകുന്ന വർധനവിന് വായുമലിനീകരണവും ഒരു ഘടകമായിട്ടുണ്ട്. വായുമലിനീകരണം മനുഷ്യ ശരീരത്തിൽ ഉണ്ടാക്കുന്ന പ്രത്യാഘാതങ്ങൾ വളരെ വലുതാണ്. ഒരു സാധാരണ വ്യക്തിയുടെ ഒരു മുടിയുടെ കനം 50 മുതൽ 70 മൈക്രോൺ വരെയാണ്. വായുവിൽ അലിഞ്ഞു ചേർന്ന കണികകൾ 10-ഉം അതിലും ചെറിയ കണികകൾ 2.5 മൈക്രോണാണ്. ഈ പൊടിയും പുകയും കലർന്ന ലോഹകണങ്ങൾ വായുവിനെ വിഷലിപ്തമാക്കുന്നു. മനുഷ്യന്റെ ശ്വസന വ്യവസ്ഥയ്ക്ക് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു. ഈ മണ്ണും പൊടിയും പ്രധാനമായിട്ട് നമ്മുടെ ഈ ശ്വാസകോശ സംബന്ധമായ അവയവങ്ങളെയാണ് ബാധിക്കുന്നത് കൂടുതലായിട്ട്. പ്രത്യേകിച്ച് ഈ ആസ്മ അഥവാ അലർജി പോലുള്ള രോഗങ്ങളുള്ളവർക്ക് ഈ ആസ്മയുടെ പ്രശ്നങ്ങളൊക്കെ വളരെയധികം കൂടുകയും അവർക്ക് സ്ഥിരമായിട്ട് നിൽക്കുന്ന പല പ്രശ്നങ്ങളും അസുഖങ്ങളും വരുന്നതായി നമ്മൾ കാണുന്നുണ്ട്. മലിനമായ വായുവിൽ പലതരത്തിലുള്ള വിഷവാതകങ്ങൾ ലയിക്കുന്നു. അന്തരീക്ഷത്തിൽ പുകമഞ്ഞ് സൃഷ്ടിക്കുന്ന നൈട്രജൻ ഓക്സൈഡും ഇതിൽപ്പെടും. കണ്ണുകളുടെ കാഴ്ചശക്തിയെ ബാധിക്കുന്ന കാർബൺ മോണോക്സൈഡ് വായുവിൽ ലയിക്കുന്ന മാരകമായ മലിനീകരണങ്ങളിൽ ഒന്നാണ്. ശ്വാസകോശത്തെ രോഗാവസ്ഥയിലാക്കുന്ന സൾഫർ ഡയോക്സൈഡ് രോഗികളെ കൂടുതൽ ബുദ്ധിമുട്ടിലാക്കുന്നു. പലർക്കും ഈ ഒരു അക്യൂട്ട് സൈനസൈറ്റിസ് പോലെ വന്ന് ഈ സൈനസ് ക്യാവിറ്റിയിലൊക്കെ കഫവും മണ്ണും പൊടിയും അടിഞ്ഞുള്ള കഫവും ഇൻഫെക്ഷനും വന്നതിന് ശേഷവും പലർക്കും ഈ പറയുന്ന ചുമയും പനിയും വിട്ടുമാറാതെ നിൽക്കുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. വായു മലിനീകരണം പ്രതിരോധ സംവിധാനത്തെ ദുർബലപ്പെടുത്തി ശരീരത്തെ അണുബാധകൾക്ക് കൂടുതൽ എളുപ്പത്തിൽ അടിമയാക്കുകയും ചെയ്യും. ഹരിത രീതികളിലൂടെ വായു ശുദ്ധമായി സൂക്ഷിക്കാൻ ജില്ലാ ഭരണകൂടത്തിൻ്റെയും നഗരസഭയുടെയും നമ്മൾ ഓരോരുത്തരുടെയും കൂടുതൽ ശ്രമങ്ങളാണ് വേണ്ടത്. നെല്ലൈ മുരുകനൊപ്പം ടി സരീഷ്ണ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.